തൃശൂർ മണ്ണുത്തിയിൽ പോലീസിനെ ഗുണ്ടകൾ ആക്രമിച്ച വാർത്ത നേരത്തെ പറഞ്ഞല്ലോ. കൊലപാതക കേസ് പ്രതി ഉൾപ്പെടെ 6 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഈ സംഭവ സ്ഥലത്ത് നമ്മുടെ പ്രതി സൂരജ് സജി എത്തിയിട്ടുണ്ട്. സൂരജ് അവിടെ നിന്നും തത്സമയം ചേരുകയാണ്. സൂരജ്, കുപ്രസിദ്ധനായ ഗുണ്ട നേതാവാണോ ഇതിൻ്റെ നേതാവായിട്ട് മാറിയത്? എന്താണ് വിവരം? ഒരു ലഹരി പാർട്ടിക്ക് സമാനമായ ഒരു പാർട്ടിയും അതേ തുടർന്നുണ്ടായ സംഘർഷവുമാണ് ഈ നെല്ലങ്കരയിൽ ഉണ്ടായതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. എത്ര വാഹനങ്ങളാണ്, പോലീസ് വാഹനങ്ങളാണ് ആക്രമിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പുറകിൽ 2 ജീപ്പുകളുണ്ട്, മുന്നിലേക്ക് വന്നാൽ ഒരു ജീപ്പുണ്ട്. അങ്ങനെ 3 പോലീസ് ജീപ്പുകളും പോലീസ് ഉദ്യോഗസ്ഥർക്കും നേരെയാണ് ഇന്നലെ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്, ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന, ഇത് തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന അൽത്താഫ്, അഹദ് എന്നിവരുടെ പിറന്നാളായിരുന്നു. ഇതിൽ അഹദിന്റെ പിറന്നാളായിരുന്നു ഇന്നലെ. ഈ പിറന്നാൾ പാർട്ടിക്ക് വേണ്ടിയാണ് ഈ ബ്രഹ്മജിത്ത് അടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ആ കാണുന്ന വീടാണ്, ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ കാണുന്ന ആ വീടാണ് ഈ അൽത്താഫിന്റെ വീടെന്ന് പറയുന്നത്. അത് ഇവർ ഇവിടെ നിന്ന് പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കേക്കൊക്കെ മുറിച്ച ശേഷം ഈ സംഘം ഇതിന് സമീപത്തെ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തെത്തുകയും അവിടെ ഇരുന്ന് മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതിനുശേഷം ഈ വീട്ടിലെത്തി, ഈ അൽത്താഫിന്റെ വീട്ടിലെത്തി അമ്മയുമായി വലിയ രീതിയിൽ ഈ വാതിലിലൊക്കെ തട്ടുകയും ഒക്കെ ചെയ്തു. ഇവിടെ ഇവർ തമ്മിൽ ഇതിനിടയ്ക്ക് ഈ സംഘർഷം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഈ വീട്ടിലെത്തി വലിയ രീതിയിൽ ബഹളം വെക്കുന്നു. ആ സമയത്ത് അമ്മ പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പോലീസ് ഈ മേഖലയിലേക്ക് എത്തുന്ന സമയത്ത് ഈ അൽത്താഫും അഹദും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെ കാണാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മയുമായി സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നത് ഇവരെ ഇവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കണം, ഇല്ലെങ്കിൽ തന്നെ ഇവർ ആക്രമിക്കും, കൊലപ്പെടുത്തും എന്ന രീതിയിൽ അമ്മ പോലീസിനോട് വലിയ രീതിയിൽ ഈ കരഞ്ഞപേക്ഷിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിലാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. പോലീസ് ഒരു ആക്ട് ചെയ്യുന്ന ആ സമയത്താണ്. അങ്ങനെ കൂടുതൽ പോലീസിന്റെ കൺട്രോൾ വാഹനങ്ങൾ എത്തിക്കുന്നു. അങ്ങനെ പോലീസിന്റെ കൂടുതൽ കൺട്രോൾ വാഹനങ്ങൾ എത്തിച്ചുകൊണ്ട് ഇവരെ കസ്റ്റഡി എടുക്കാൻ ഒരു ശ്രമം നടത്തുന്ന സമയത്താണ് ഇവിടെ കാണാം, ആളൊഴിഞ്ഞ പ്രദേശമാണ്. ഈ പ്രദേശത്തെല്ലാം തന്നെ ഈ ബ്രഹ്മജിത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റാളുകൾ, ഈ 6 അംഗ സംഘം ഈ പലയിടങ്ങളിലായി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് ഇവരെ തിരിച്ചറിയുകയും ഇവരെ പിടികൂടാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ ഒരു SI അടക്കമുള്ളവരെ നേരിട്ട് ഈ ബ്രഹ്മജിത്തും സംഘവും ആക്രമിക്കുന്നത്. അതിൽ ഒരു SI അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പോലീസ് തന്നെ പറയുന്ന കാര്യം. അതോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്തെ പല്ലടക്കം ഈ സംഘർഷത്തിൽ ഈ പല്ലടക്കം ഒടിഞ്ഞുപോയി എന്നും പോലീസ് പറയുന്നുണ്ട്. നമുക്കിതാ ആ കെട്ടിടം കൂടി കാണിക്കാം എന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്നായിരുന്നു ഇന്നലെ ഈ ലഹരി സംഘം ഈ ലഹരി ഉപയോഗിച്ചത്. ഇവിടെ ഈ സംഘർഷത്തിന്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ കെട്ടിടം പോലീസ് സീല് ചെയ്തിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു സംഘർഷം, അതാണ് ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് ഇവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായെല്ലാം സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് ഇന്നലെ ഉണ്ടായത്. ഇപ്പോൾ ഈ കെട്ടിടം സീല് ചെയ്തിരിക്കുന്നു. ഇവിടെ മദ്യം ഉപയോഗിച്ചതിന്റെ ലക്ഷണങ്ങളുണ്ട്, മറ്റ് ലഹരികൾ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത്. ഇപ്പോൾ ഇത് പോലീസ് മുൻനടപടികളുടെ ഭാഗമായിക്കൊണ്ട് തന്നെ നടപടിക്രമങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഈ കെട്ടിടം സീൽ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ വലിയ രീതിയിലൊരു സംഘർഷം, അതായത് മാതാവിനെ തന്നെ ആക്രമിക്കാൻ ഒരു ശ്രമം നടന്ന ഘട്ടത്തിൽ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് തൊട്ടു പിന്നാലെ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മാതാവിനെ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച സമയത്ത് അമ്മ തന്നെയാണ് ഈ പോലീസിനെ വിളിച്ച് ഈ വിവരം പറയുന്നത്. അങ്ങനെ ഈ അമ്മയുടെ കോൾ കിട്ടി ഇവിടെ എത്തിയ പോലീസുകാരാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ കസ്റ്റഡി എടുക്കാൻ ശ്രമിക്കുന്നത്. ആ സമയത്താണ് ഈ ഗുണ്ടാ നേതാവിന്റെ നേതൃത്വത്തിൽ പോലീസിന് നേരെ വലിയ രീതിയിലുള്ള സംഘർഷം അഴിച്ചുവിടുന്നത്. നിലത്ത് വീണ SIയെ അതിക്രൂരമായി നിലത്തിട്ട് ഇവർ ചവിട്ടുകയുണ്ടായി. 3 പോലീസ് വാഹനങ്ങളാണ് തകർത്തത്. അതിനുശേഷം കൂടുതൽ പോലീസുകാരെത്തുന്നു, ഉന്നത പോലീസുകാരെത്തുന്നു. അങ്ങനെയാണ് ഈ 6 പേരെയും കീഴ്പ്പെടുത്തിയത് എന്നുള്ളതാണ് പറയുന്നത് പോലീസ്. എന്തായാലും ഈ സംഘത്തിൽപ്പെട്ട 6 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഈ ബ്രഹ്മജിത്തിനെ സംബന്ധിച്ച ഇരട്ട കൊലപാതക കേസിലെ പ്രതിയാണ്, അതായത് 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ് ബ്രഹ്മജിത്ത് എന്ന് പറയുന്നത്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഓണക്കാലത്താണ് നമ്മളെല്ലാവരും അന്ന് തൃശ്ശൂരിനെ സംബന്ധിച്ച് അന്ന് തൃശ്ശൂർ വിറങ്ങലിച്ച ദിവസമാണ്. അന്ന് 3 കൊലപാതകങ്ങളായിരുന്നു അന്ന് തൃശ്ശൂരിൽ അരങ്ങേറിയത്. അതിലൊന്ന് ഈ നെല്ലങ്കരയിൽ ഉണ്ടായിരുന്ന കുമ്മാട്ടി, ആ കുമ്മാട്ടിക്കിടയിൽ ഉണ്ടാകുന്ന സംഘർഷം. അതിനിടയിൽ ബ്രഹ്മജിത്ത് ഞൊടിയിടയിൽ, അതായത് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട് ഈ ലെൻസിലേക്ക് കുത്തിയിറക്കുകയായിരുന്നു. അങ്ങനെയാണെന്ന് ഒരു യുവാവിന് ജീവൻ നഷ്ടമായത്. അത്തരത്തിൽ പ്രൊഫഷണൽ കൊലയാളി എന്നു പോലീസ് വിശേഷിപ്പിച്ച ബ്രഹ്മജിത്താണ് ഈ പുറത്തിറങ്ങിയ ശേഷം ഇത്തരത്തിലൊരു സംഘർഷം അഴിച്ചുവിട്ടിരിക്കുന്നത്. നാട്ടുകാരെയൊക്കെ സംബന്ധിച്ച് അവർക്കും വലിയ ആശങ്കകളുണ്ട്. ആ പ്രതിഷേധം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പ്രതികൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസ് തുടർ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു സൂരജ് സജി.